dear friends, welcome to iPlus Training Solutions. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജോമെട്രിയിലെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഓക്കേ, ക്ലാസ്സിലോട്ട് പോകാം നമുക്ക്. ഓക്കേ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് a2 - 2 and b - 1x is equal to 5. അതായത് നമുക്ക് രണ്ട് പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ട് പോയിന്റ്സ് ആണ് എന്ത്, പിയും അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നത് x1 y1 ആണ്, ക്യൂ എന്ന് പറയുന്നത് x2 y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എന്ത് വരും? x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് നമുക്ക് 5 ആണെന്നുള്ളത്. ഇവിടെ നമുക്കറിയാം ഇതാണ് x1 y1, ഇതാണ് x2 y2 എന്ന് പറയുന്നത്. സോ ആൻസർ എങ്ങനെ വരും? റൂട്ട് ഓഫ് x2 - x1. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 - 2 എന്ന് വരും, 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ്? y2 - y1 x -2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ആൻസർ ആയിട്ട് എങ്ങനെ വരും? റൂട്ട് ഓഫ് എന്ത് വരും? -1 -2 കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും എന്ത് വരും? 3 സ്ക്വയർ എന്ന് വരും. 3 സ്ക്വയർ പ്ലസ് x + 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ആകും. ഓക്കെ, അതായത് നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഇപ്പുറം വരുമ്പോൾ എന്താകും? അത് സ്ക്വയർ ആയിട്ട് മാറും. സോ 5 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 9 + x + 2 ദി ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അതായത് 25 - 9 ഈക്വൽ ടു x + 2 ദി ഹോൾ സ്ക്വയർ ആകും. അതായത് 16 ഈക്വൽ ടു x + 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? സ്ക്വയർ എന്നുള്ളത് ഇപ്പുറം വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 ആകും, വിച്ച് ഈസ് ഈക്വൽ ടു x + 2. അതായത് 4 ഈക്വൽ ടു x + 2. therefore x ഈക്വൽ ടു 4 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 2. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 2 ആണ് നമുക്ക് എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് a2 4 ആൻഡ് b -2 4. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, എയും അതേപോലെ ബിയും. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 4 ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? -2 -4 ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ്. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? x1 + x2 / 2. ഇതാണ് അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ y1 + y2 / 2 ആയിരിക്കും y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ എങ്ങനെ വരും? x1 + x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x1 എന്ന് പറയുമ്പോൾ 2 ആണ്, 2 + -2 / 2 എന്ന് വരും, കോമ y1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്, 4 + -4 / 2 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എങ്ങനെ വരും? 2 - 2 എന്ന് പറയുമ്പോൾ 0, 0/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്, കോമ അടുത്ത് എന്ത് വരും? 4 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്, 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് 2 4 -2 -4 എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് 0 0. നമ്മുടെ ആ ഒരു കോർഡിനേറ്റിന്റെ ആ ഒരു സെന്റർ പോയിന്റ് ആണ് എന്ത് വരുന്നത്? മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The distance of a point A24 from the x-axis. x-axisൽ നിന്നുള്ള ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഫ്രം ദ x-axis നമുക്കറിയാവുന്ന എന്താണ്? ഇതെന്ന് പറയുന്നത് x കോർഡിനേറ്റും ഇത് y കോർഡിനേറ്റുമാണ്.
അതായത് നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ് 1, ഇത് 2 ആണ്, ഇത് 1 2 3 4 ആണ്. അപ്പൊ ഇവിടെ ഈ എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് ഇത് 4 ആണ്. ഓക്കെ, വൈ കോർഡിനേറ്റ് 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് ഈ പറയുന്ന 2 4 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റ് എക്സ് ആക്സിസിൽ നിന്നുള്ള ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നിന്നുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 4 ആയിരിക്കും. അതായത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. വൈ കോർഡിനേറ്റിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് ആക്സിസിനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, അപ്പൊ ഇവിടെ എന്താണ് 4 യൂണിറ്റ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തിരിച്ചും ചോദിക്കാം, the distance of point A24 from the y axis. y axis എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലോ കണ്ടോ, ഇതല്ലേ y axis എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് എത്രയായിരിക്കും? 2 ആയിരിക്കും y axis എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഒരിക്കലും നെഗറ്റീവ് അല്ല, കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും നമ്മൾ നെഗറ്റീവിൽ പറയില്ല, പോസിറ്റീവ് വാല്യൂസ് ആയിട്ടേ പറയുള്ളൂ. നെക്സ്റ്റ് നോക്കാം. The distance between the points P02 and Q60. 2 പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പി എന്ന് പറയുന്നത്? എന്താണ് 02 ആണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 60 ആണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എന്താണ് x2 ആയിട്ട് വരേണ്ടത്? ഇതാണ് x1, ഇത് y1, ഇതാണ് x2, ഇത് y2. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? x2 മൈനസ് x1, അപ്പൊ എന്ത് വരും? 6 മൈനസ് 0 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻസർ എങ്ങനെ വരും? റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 36 പ്ലസ് 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? റൂട്ട് 40 എന്ന് വരും. റൂട്ട് 40 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? റൂട്ട് ഓഫ് 4 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 2 ആണ്. സോ 2 റൂട്ട് 10 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി 2 റൂട്ട് 10 ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P02 ആൻഡ് Q60 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. If OP/3 4 is the midpoint of the line segment joining the points -6 5 and Q എന്ന് പറയുന്നത് -2 3 ആണ്. Find the value of P. അതായത് പറഞ്ഞിരിക്കുന്ന ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് P എന്ന് പറയുന്നത്? -6 5 എന്ന് പറയുന്ന പോയിന്റ് ആണ്. Q എന്ന് പറയുന്നത് -2 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? O എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എത്രയാണ്? P/3, 4. ഇതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഈ പിയുടെ വാല്യൂ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് എന്താണ് എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് നമുക്കറിയാം x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 ആണ് മിഡ് എന്ത് വരുന്നത്? എക്സ് കോർഡിനേറ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്? ഇവിടെ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ P/3 ആണ്. ഇവിടെ x1 പ്ലസ് x2, അതായത് x1 എന്ന് പറയുന്നത് -6 ആണ്, പ്ലസ് ഇവിടെ എന്താണ് x2 എന്ന് പറഞ്ഞാൽ -2 ആണ്, ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് വരും? നമുക്ക് നേരെ ഈ 3 മേളിലോട്ട് എടുത്തൂടെ? അപ്പൊ P ഈക്വൽ ടു ഇവിടെ എന്ത് വരും? -6ഉം -2ഉം കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതാണ് -8 ആണ്. -8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അതായത് ആൻസർ എങ്ങനെ വരും? P ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇത് തമ്മിൽ കട്ട് ചെയ്ത് കളയാം. ആൻസർ ഇവിടെ 4 വരും. സോ -4 ഇൻറ്റു 3 ആണ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആൻസർ എത്ര വരും? -12. -12 ആണ് ഈ പറയുന്ന മിഡ് പോയിന്റിൽ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12 4 എന്നുള്ളതാണ്. അതായത് പിയുടെ വാല്യൂ -12 ആണ്. അവിടെ എങ്ങനെ വരും? -12 ഡിവൈഡ് ബൈ 3 എന്ന് വരും. അതായത് എത്ര വരും? 4. -4 എന്നുള്ളതാണ് ആ ഒരു മിഡ് പോയിന്റിന്റെ ആ പോയിന്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി -12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഓഫ് പോയിന്റ്സ് P -17 ആൻഡ് 4 -3 ഇൻ ദ റേഷ്യോ ഓഫ് 2:3. പറഞ്ഞിരിക്കുന്നത് PQ എന്ന് പറയുന്ന ഒരു ലൈൻ.
ഇവിടെ പി ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൽ പി എന്ന് പറയുന്നത് എന്താണ്? -117 ആണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 4-3 ആണ് ക്യൂ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോയിന്റിനെ എന്താ 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അതായത് മൊത്തത്തിൽ എങ്ങനെ 1 2 3 4 5 മൊത്തം 5 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ 2:3 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് R(x(y) എന്ന് കൊടുക്കാം. ഈ ഒരു പോയിന്റ് എന്താണെന്നാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് 2:3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് M1 ഇത് M2 ആണ്. റേഷ്യോ ആക്കി എടുക്കണം. ഇത് x1 ഇത് y1 ഇതെന്താണ് x2 ഇത് y2. ഇത്രയും കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് സെക്ഷൻ ഫോർമുല വെച്ചിട്ട് R(x(y) അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് M1x2 പ്ലസ് M2x1 ഡിവൈഡഡ് ബൈ എന്ത് വരും? M1 പ്ലസ് M2 ആണ്. അതേപോലെ തന്നെ y കോർഡിനേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? M1y2 പ്ലസ് M2y1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. ഇതാണ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം M1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു x2 എന്ന് പറയുന്നത് ഏതാണ്? 4. 4 പ്ലസ് M2 എന്ന് പറഞ്ഞാൽ എന്താണ്? M2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു -1 എന്ന് വരും ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 അല്ലേ? അതായത് 2 പ്ലസ് 3 എന്ന് വരും. അതായത് 5 വരും. ഇവിടെ എന്ത് വരും? നെക്സ്റ്റ് എന്താ വേണ്ടത്? M1y2. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ -3 ആണ്. പ്ലസ് M2 എന്ന് പറഞ്ഞാൽ 3 ആണ്. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് പറയുമ്പോൾ 5 വരും. ഇവിടെ എത്ര വരും? 2 4s are 8 ആണ്. 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -3 വരും. ഡിവൈഡ് ബൈ 5 വരും. കോമ -6 എത്ര വരും? പ്ലസ് 21 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ആൻസർ എങ്ങനെ വരും? 8 - 3 എന്ന് പറഞ്ഞാൽ 5/5 ആണ്. അടുത്ത എത്ര വരും? 15/5 വരും. ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? 1ഉം അതേപോലെ 3ഉം വരും. അപ്പൊ ആൻസർ എന്താണ്? 1 3. അതായത് ഓപ്ഷൻ ഡി 1 3 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പോയിന്റ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? റേഷ്യോ കണ്ടുപിടിക്കണം. ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ക്യൂ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന പിയും ഇതേപോലെ ഓക്കെ. അതായത് പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. പിയും അതേപോലെ ക്യൂവും ഉണ്ട്. ഈ പി എന്ന് പറയുന്നത് -3 10ഉം ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 6ഉം -8ഉം ആണ്. ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് O എന്ന് പറയുന്നത് -1 6 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ റേഷ്യോ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ്. എന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത് k:1 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തു. എന്തും ആയിക്കോട്ടെ അതിന് നമ്മൾ k:1 എന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് എന്താണ് ഈ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഈ സെക്ഷൻ ഫോർമുല അനുസരിച്ച് നമുക്ക് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? M1x2 പ്ലസ് M2x1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? K അല്ലേ? അപ്പൊ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. K = M1x2. ഇവിടെ എന്താണ്? M1ഉം x2 നമ്മളിവിടെ എന്താണ്? ഇതാണ് നമ്മൾ M1 ആക്കി എടുത്തത്. ഇതാണ് M2 ആക്കി എടുത്തത്. ഇത് x1 ഇത് y1 ഇത് x2 ഇത് y2. നമുക്കിവിടെ വൈയുടെ ആവശ്യമില്ല. നമ്മൾ എന്താ x വെച്ചിട്ട് നമുക്ക് ചെയ്യാതെ. അപ്പൊ ഇവിടെ എന്താണ്? M1 എന്ന് പറഞ്ഞാൽ എന്താണ്? K ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 വരും. പ്ലസ് M2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ -3 വരും. ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് പറഞ്ഞാൽ എന്താണ്? K+1 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. K അല്ല. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ആണ് വൈ കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -1 ഇൻറ്റു K+1
വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും 6k മൈനസ് 3 എന്ന് വരും. ആൻസർ എങ്ങനെ വരും? -k മൈനസ് 1 ഈക്വൽ ടു 6k മൈനസ് 3 എന്ന് വരും. ഈ -k ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താ വരുന്നത്? ഇവിടെ ഒരു -1 ഉണ്ട്, ഇത് നേരെ ഇപ്പുറം വരുമ്പോൾ ഇത് +3 ആകും. ഇവിടെയുള്ള 6k നമ്മൾ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? +k ആയിട്ട് മാറും. അതായത് ഇവിടെ 2 ഈക്വൽ ടു 7k എന്ന് വരും. നമുക്ക് വേണ്ട എന്താണ്? കെയുടെ വാല്യൂ അല്ലേ? k എന്ന് പറയുന്നത് എന്താണ്? 2/7 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ റേഷ്യോ എന്താണ്? k:1, അതായത് 2/7:1 എന്ന് വരും. സോ നമ്മൾ ഇതിന് നേരെ ക്രോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന ആൻസർ 2:7 ആണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്, അതായത് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. എന്താണ്? k:1 ആണ് അതിന്റെ റേഷ്യോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ആ k എന്ന് പറയുന്ന എന്തിനെ? എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ ആ കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ മിക്കപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? അത് വൈയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കുമെന്നങ്ങ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ 2/7 ആയതുകൊണ്ടാണ് 2/7:1 എന്ന് വന്നു. സോ ആൻസർ എങ്ങനെ വരും? ക്രോസ് ചെയ്യുമ്പോഴേക്കും 2:7 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് പി വെയർ PQ ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? PQ എന്ന് പറയുന്ന സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതിന്റെ സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ നമുക്ക് എന്താണ്? നമുക്ക് 2, 3 ആണ് സെന്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. Q എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 1,4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഈ പിയുടെ കോർഡിനേറ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ PQയുടെ മിഡ് പോയിന്റ് അല്ലേ ഈ പറയുന്ന, ഇത് നമുക്ക് O എന്ന് കൊടുക്കാം. ഈ പറയുന്ന O എന്ന് പറയുന്നത് PQ എന്ന് പറയുന്ന ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? സെന്റർ ആണ് തന്നിരിക്കുന്നത്. സെന്റർ ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മിഡ് പോയിന്റ് ആണെന്ന്. സോ നമുക്ക് മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് എങ്ങനെയാണ് മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? x1 + x2 ഡിവൈഡഡ് ബൈ 2, y1 + y2 ഡിവൈഡ് ബൈ 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 2ഉം 3ഉം. ഇവിടെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഈ P എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് x1 y1 ആക്കി കൊടുക്കാം. ഈ Q എന്ന് പറയുന്ന 1,4നെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് x2 ഇത് y2 ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്ന എന്തൊക്കെയാണ്? x1 നമുക്കറിയില്ല. അപ്പൊ x1 + x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ? 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു, ഈ എക്സ് കോർഡിനേറ്റ് എന്താണ്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 2 ആണെന്നുള്ളത്. സോ അത് 2 ആക്കി കൊടുക്കുക. അടുത്ത എന്താണ്? y1 + y2. y1 എന്ന് പറയുമ്പോൾ എന്താണ്? y1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? y2ന്റെ പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? x1 + 1 = 4 എന്ന് വരും. ഇവിടെ എന്ത് വരും? y1 + 4 = -6 എന്ന് വരും. ഇനി ഇവിടെ ആൻസർ എങ്ങനെയാ വരേണ്ടത്? x1 = 4 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഓക്കെ, നേരെ നോക്കാം. ഇവിടെ 3 ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഏതാണ്? 3 - 10. നമുക്ക് ഇതും കൂടി നോക്കാം. ഇവിടെ എന്ത് വരും? y1 = -6 - 4 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു -10 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത്, അതായത് ആ ഒരു പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3, -10 ആണ് പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The area of the rhombus whose vertices are 3, 0, 4, 5, -1, 4 and -2, -1 taken in order. ഓർഡറിൽ തന്നെ എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം എന്താണ് റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയ പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് റോംബസ്. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റോംബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? അതായത് എന്താണ് കണ്ടീഷൻ? എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. ഇതാണ് റോംബസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഉണ്ടോ? പാരലോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വൽ. ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ്. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആയ പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് എന്താ? റോംബസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സൈഡും ഈക്വൽ ആയ റെക്ടാങ്കിളിലെ സ്ക്വയർ എന്ന് പറയും പോലെ എല്ലാ സൈഡും ഈക്വൽ ആയ പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് റോംബസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പോയിന്റ്സ് എന്ന് പറയുന്നത് ഓർഡറിൽ എടുക്കാനും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ A, ഇത് B,
ഇത് സി, ഇതിനെ ഡി ആക്കി എടുക്കാം. ഈ പറയുന്ന എ എന്ന് പറയുന്നത് 3 0 ആണ്, ബി എന്ന് പറഞ്ഞ എന്താണ് 4 5 ആണ്, സി എന്ന് പറഞ്ഞാൽ എത്രയാണ് -1 4 ആണ്, ഡി എന്ന് പറഞ്ഞാൽ -2 -1 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനാ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റോംബസിന്റെ ഡയഗണൽസ് തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഹാഫ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് d1 × d2, ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഡയഗണൽസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഡയഗണൽസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എ സി എന്ന് പറയുന്നതാണ് ഡയഗണൽ. റൂട്ട് ഓഫ് എന്ത് വരും? x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ is equal to എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ is equal to root of 16 plus 16 വരും, റൂട്ട് 32 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മുടെ അടുത്ത ഡയഗണൽ ഏതാണ്? ബി ഡി അല്ലേ ഡയഗണൽ എന്ന് പറയുന്നത്? ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? x2 - x1. അപ്പൊ എന്ത് വരും? 4 - -2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1. സോ 5 - -1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് ഓഫ് എത്ര വരും? 4 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് 5 + 1 എന്ന് പറയുമ്പോൾ 6 വരും. സോ ആൻസർ 6 സ്ക്വയർ വരും. റൂട്ട് ഓഫ് 36 + 36 എന്ന് വരും, റൂട്ട് 72 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡയഗണൽ ഏരിയ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് 32 ഇൻറ്റു റൂട്ട് 72 എന്ന് വന്നു. ഈ ഹാഫ് ഇൻറ്റു റൂട്ട് 32 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 16 × 2 എന്ന് എഴുതാം. അതേപോലെ റൂട്ട് 72 നമുക്ക് എങ്ങനെ എഴുതാം? 36 × 2 എന്ന് എഴുതാം. ഇതിന്റെയൊക്കെ റൂട്ട് അറിയാവുന്നല്ലേ. സോ ഹാഫ് ഇൻറ്റു 16ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 4, 4 റൂട്ട് 2 എന്ന് വരും, ഇൻറ്റു 36ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 6 ആണ്, 6 റൂട്ട് 2 വരും. ഓക്കെ, ഇതും കട്ടായി പോകും. ഇവിടെ 2 വരും. 2 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു അടുത്ത എന്ത് വരും? റൂട്ട് 2 × റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആൻസർ 2 ആണ്. സോ 12 × 2 എന്ന് പറയുന്നത് 24 സ്ക്വയർ യൂണിറ്റ് ആണ്. ഈ പറയുന്ന റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അറിയേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏരിയ കണ്ടുപിടിക്കാൻ, റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് d1 d2 ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The distance of the point P -6 8 from the origin. ഒറിജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന -6 8 എന്ന് പറയുന്ന എവിടെയോ ആണ്. അത് നമ്മുടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ അറിയാലോ ഈ ഒരു പോയിന്റും അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഇപ്പൊ ഇതാണ് P എങ്കിൽ ഇത് P -6 8 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം x2 - x1 പ്ലസ് x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ ആണ്. പക്ഷേ ഒറിജിൻ ആയിട്ട് ഡിസ്റ്റൻസ് ആകുമ്പോൾ എപ്പോഴും എന്താണ്? ഈ പറയുന്ന x1 സ്ക്വയർ പ്ലസ് എന്താണ് y1 സ്ക്വയർ ചെയ്താൽ മതി. ഇത് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? -6 സ്ക്വയർ പ്ലസ് എന്താ വരും? 8 സ്ക്വയർ എന്ന് വരും. അതായത് 36 + 64 എന്ന് വരും. ആൻസർ വരുന്നത് റൂട്ട് 100 ആണ്. ആൻസർ എത്ര വരും? 10 യൂണിറ്റ് ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 10 യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.